മാധവപൂർ എന്ന ഗ്രാമത്തിൽ ബിജു ബിൻസി എന്ന രണ്ട് സുഹൃത്തുക്കൾ താമസിച്ചിരുന്നു. ബിർജു വളരെ മടിയനും ബിൻസി വളരെ കഠിനാധ്വാനിയുമായിരുന്നു. ബിൻസി തന്റെ ജോലി പൂർണ്ണ സമർപ്പണത്തോടെ ചെയ്യുമായിരുന്നു. ഗ്രാമത്തിലെ ഭൂ ഉടമയായ മോഹന്റെ ഭൂമിയിലായിരുന്നു ഇരുവരും ജോലി ചെയ്തിരുന്നത്. ബിൻസി കഠിനമായി അധ്വാനിക്കുമ്പോൾ ബിർജു തറയിൽ തുണി വിരിച്ചു കിടന്നുറങ്ങിയാണ് ചെയ്തിരുന്നത്. സൂര്യൻ അസ്തമിച്ച ഉടനെ ബിർജു തന്റെ മുഴുവൻ ശരീരത്തിലും കാളകളുടെ പുറത്തും ചെളി പുരട്ടി അവയെ കൊണ്ടുപോകുമായിരുന്നു. ധാരാളം ജോലി ചെയ്തിട്ടുണ്ടെന്ന് വീട്ടുടമസ്ഥനെ കാണിക്കാനായിരുന്നു അത്. പാടത്തെ പണി കഴിഞ്ഞാൽ ബിൻസിയാകട്ടെ തൻ്റെ കാളകളെ ശരിയായി കുളിപ്പിക്കുകയും സ്വയം കുളിക്കുകയും ചെയ്തതിനു ശേഷമായിരുന്നു അയാൾ വീട്ടിലേക്ക് മടങ്ങിയിരുന്നത്. ബിർജുവിൻ്റെ ഈ കള്ളത്തരം യജമാനന് മനസ്സിലായിരുന്നില്ല. ബിർജു വളരെ കഠിനാധ്വാനിയും ബിൻസി വളരെ മടിയനുമാണെന്നാണ് യജമാനൻ ധരിച്ചിരുന്നത്. ഒരു ദിവസം യജമാനൻ പാചകക്കാരനോട് പറഞ്ഞു, നോക്കൂ, ബിർജു വളരെ കഠിനാധ്വാനം ചെയ്യുന്നു. അതുകൊണ്ട് അവന് കൂടുതൽ ഭക്ഷണം കൊടുക്കണം. ബിർജുവിന് ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. പാചകക്കാരൻ ബിർജുവിന് കഴിക്കാൻ വേണ്ടത്ര ഭക്ഷണം നൽകി. പക്ഷേ ബിൻസിക്ക് വളരെ കുറച്ചു ഭക്ഷണമാണ് നൽകിയത്. അപ്പോൾ ബിൻസി മനസ്സിൽ ചിന്തിച്ചു, ഇതെന്ത് നീതിയാണ്? ജോലി ചെയ്യുന്നവൻ വിശന്നിരിക്കണം, മടിയൻ വയറ് നിറയെ ഭക്ഷണം കഴിക്കുന്നു. ഒരു ദിവസം രാത്രിയിൽ ബിർജു ബിൻസിയോട് പറഞ്ഞു, ബിൻസി, കൃഷിയിടത്തിൽ നടക്കുന്നതിനെക്കുറിച്ച് നീ വീട്ടുടമസ്ഥനോടൊന്നും പറയരുത്. എന്തെങ്കിലും പറഞ്ഞാൽ നിന്നെ ഞാൻ ശരിയാക്കും. അപ്പോൾ ബിൻസി ഭയപ്പെട്ടു പറഞ്ഞു, ശരി, ഞാനൊന്നും പറയില്ല. പക്ഷേ സത്യം ഒരിക്കലും മറച്ചു വെക്കാൻ കഴിയില്ല. അത് നീ ഓർക്കണം. ഇത്രയും പറഞ്ഞുകൊണ്ട് ബിൻസി ഉറങ്ങാൻ പോകുന്നു. പകൽ മുഴുവൻ ജോലി ചെയ്ത ക്ഷീണം കാരണം ബിൻസി ഗാഢനിദ്രയിലേക്ക് വീഴുന്നു. പകൽ മുഴുവൻ ഉറങ്ങിയതിനാൽ ബിർജുവിന് രാത്രി മുഴുവൻ ഉറങ്ങാൻ കഴിയുന്നില്ല. അങ്ങനെ അടുത്ത ദിവസം രാവിലെ ബിർജു തൻ്റെ കാളയുമായി വയലിലേക്ക് പോയപ്പോൾ ബിർജുവിൻ്റെ കണ്ണുകൾ ചുവന്നിരിക്കുന്നത് കണ്ട് വീട്ടുടമസ്ഥൻ ചോദിച്ചു, എന്താ ബിർജു, കണ്ണുകളൊക്കെ ചുമന്നിരിക്കുന്നത്? ഇന്നലെ രാത്രി നിനക്ക് ഉറങ്ങാൻ പറ്റിയില്ലേ? അയ്യോ സാറേ, എന്ത് പറയാനാ, ഞങ്ങൾ താമസിക്കുന്നിടത്ത് മൊത്തവും കൊതുകുകളാ. അതെന്നെ കടിക്കുന്നു. എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. ഇത് കേട്ട് വീട്ടുടമസ്ഥൻ തൻ്റെ ജോലിക്കാരനോട് പറഞ്ഞു, എടോ, എൻ്റെ കൊട്ടാരത്തിലെ ആ പഴയ മുറി ഒഴിച്ച് വൃത്തിയാക്കി ബിർജുവിന് കൊടുത്തേര്. എല്ലാ സാധനങ്ങളും ആ മുറിയിലോട്ട് മാറ്റ്. ഇന്നു മുതൽ ബിർജു എൻ്റെ കൊട്ടാരത്തിലാണ് താമസിക്കുന്നത്. അവൻ ഒരു കുറവും ഉണ്ടാകാൻ പാടില്ല. ആ ദിവസത്തിന് ശേഷം അദ്ദേഹം വീട്ടുടമസ്ഥനായ മോഹന്റെ വീട്ടിൽ താമസിക്കാൻ തുടങ്ങി. ബിർജു വളരെ സന്തോഷവാനായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം ഇതുപോലെ മുന്നോട്ടു പോകാൻ തുടങ്ങി. എല്ലാ ദിവസവും ബിർജു വയലിൽ പോയി കാളയെ കയറിൽ കെട്ടി ഉറങ്ങുമായിരുന്നു. അപ്പോൾ എല്ലാം ബിൻസി പ്രതിഫലത്തെക്കുറിച്ച് ആകുലപ്പെടാതെ സത്യസന്ധമായി തൻ്റെ ജോലി ചെയ്തു. ഒരു ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ ബിർജു ഭക്ഷണം പാഴാക്കുന്നത് പാചകക്കാരൻ കണ്ടു. പാചകക്കാരൻ ബിർജുവിനോട് പറഞ്ഞു, ബിർജു ചേട്ടാ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നിങ്ങൾ ഭക്ഷണം പാഴാക്കുന്നത് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. ആവശ്യമുള്ളത്രയും മാത്രം എടുത്ത് കഴിച്ചാൽ പോരെ? പക്ഷെ ബിർജു ഒന്നും പറഞ്ഞില്ല. പാചകക്കാരനായ ഗോപാലിന് ചില സംശയങ്ങൾ വന്നു തുടങ്ങി. ബിർജു ദിവസവും ഭക്ഷണം പാഴാക്കുന്നു. പക്ഷെ ബിൻസിക്കാകട്ടെ വിശപ്പ് കാരണം ഭക്ഷണം തികയുന്നില്ല. എന്തോ കുഴപ്പമുണ്ട്. പാചകക്കാരൻ വീട്ടുടമസ്ഥൻ്റെ ഭാര്യയുടെ അടുത്തേക്ക് പോയി. ഗോപാലൻ വീട്ടുടമസ്ഥൻ്റെ ഭാര്യയോട് ബിർജു ഭക്ഷണം പാഴാക്കുന്നതിനെക്കുറിച്ച് വ്യക്തമായി പറഞ്ഞു. ആ രാത്രി വീട്ടുടമസ്ഥൻ്റെ ഭാര്യ വീട്ടുടമസ്ഥനോട് പറഞ്ഞു, നോക്ക്, ബിർജുവും ബിൻസിയും വയലിൽ എന്ത് ജോലിയാണ് ചെയ്യുന്നത്? അവർ എന്ത് ജോലിയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ ഇതുവരെ നോക്കിയിട്ടുണ്ടോ? അവർ നിങ്ങളെ പറ്റിക്കുകയാണ് എന്ന് സംശയം പറഞ്ഞു. സംശയത്തിൻ്റെ കാരണം കേട്ടപ്പോൾ വീട്ടുടമസ്ഥൻ്റെ ഭാര്യ പറഞ്ഞത് ശരിയാണെന്ന് വീട്ടുടമസ്ഥന് തോന്നി. ശരി, എന്നാൽ ഇന്ന് പോയെന്ന് നോക്കിയേക്കാം. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് പിറ്റേന്ന് ആരോടും ഒന്നും പറയാതെ അയാൾ പാടത്തേക്ക് പോയി. ദൂരെ നിന്ന് നോക്കിയപ്പോൾ ബിൻസി വളരെ സമർപ്പണത്തോടെ ജോലി ചെയ്യുന്നത് കണ്ടു. പിന്നെ അയാൾ ബിർജുവിനെ അന്വേഷിക്കാൻ പോയി. പക്ഷെ മുഴുവൻ പറമ്പിലും അവനെ കണ്ടെത്താനായില്ല. ബിർജു, ഓ ബിർജു, എവിടെ പോയി നീ?
അവനെ എവിടെയും കാണുന്നില്ല. ബിർജു ജോലിയിൽ കള്ളം കാണിക്കുകയാണെന്ന് വീട്ടുടമസ്ഥന് മനസ്സിലായി. കുറച്ചു ദൂരം പോയപ്പോൾ ബിർജു കുളത്തിന്റെ കരയിൽ ഒരു തൂവാല വിരിച്ചുറങ്ങുകയും കൂർക്കം വലിക്കുകയും ചെയ്യുന്നത് കണ്ടു. ഇതുകണ്ട് വീട്ടുടമസ്ഥൻ വളരെ ദേഷ്യപ്പെടുകയും ആരോടും ഒന്നും പറയാതെ വീട്ടിലേക്ക് മടങ്ങുകയും ചെയ്തു. ബിൻസിയോട് ചെയ്തതിൽ എനിക്ക് വളരെ വിഷമം തോന്നുന്നു. അവനോട് ഞാൻ ഒരുപാട് അനീതി ചെയ്തിട്ടുണ്ട്. ആ മനുഷ്യൻ ഒന്നും പറയാതെ കഠിനാധ്വാനം ചെയ്തുകൊണ്ടേയിരിക്കുന്നു. ഒരാൾ അധ്വാനിച്ച് ജീവിതം നയിക്കുമ്പോൾ മറ്റൊരാൾ ഒരു ജോലിയും ചെയ്യാതെ എല്ലാ സുഖ സൗകര്യങ്ങളും ആസ്വദിക്കുന്നു. ഇത് പാടില്ല. എനിക്ക് ബിൻസിയെ തിരിച്ചറിയാൻ സാധിച്ചില്ല. രണ്ടുപേരും പാടത്ത് പോയി എന്താണ് ചെയ്തത് എന്ന് ഞാൻ മുന്നേ നോക്കേണ്ടതായിരുന്നു. സംഭവിച്ചത് സംഭവിച്ചു. ഇനി ഒരു കാര്യം ചെയ്യാം. ഇപ്പോൾ ബെൻസിക്ക് ഏതെങ്കിലും മികച്ച പണി കൊടുക്കാം. എന്തായാലും നമുക്ക് കണക്ക് സൂക്ഷിക്കാൻ ഒരാളെ വേണമല്ലോ. ആ പണിയിലേക്ക് ബെൻസിയെ എടുക്കാം. ബിൻസി ഈ പണി നന്നായി ചെയ്യും. ഞാൻ കരുതുന്നു അവൻ വളരെ കഠിനാധ്വാനിയും സത്യസന്ധനുമാണ്. വീട്ടുടമസ്ഥന്റെ ഭാര്യയുടെ വാക്കുകൾ കേട്ടപ്പോൾ വീട്ടുടമസ്ഥന് വളരെ സന്തോഷം തോന്നി. പിന്നീട് വീട്ടുടമസ്ഥൻ സൂര്യാസ്തമയം വരെ കാത്തിരുന്നു. അതിനുശേഷം ബിർജുവും ബിൻസിയും വീട്ടിലേക്ക് മടങ്ങുമ്പോൾ വീട്ടുടമസ്ഥൻ ബിർജുവിനെ വിളിച്ചു. ബിർജു, ഇപ്പോൾ തന്നെ എൻ്റെ മുറിയിലേക്ക് വരൂ. എനിക്ക് നിന്നോട് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനുണ്ട്. സാർ, എൻ്റെ ദേഹത്ത് മൊത്തം ചെളിയാണ്. ഒരു ദിവസം മുഴുവൻ അധ്വാനിച്ചതിൻ്റെ ചെളിയും വിയർപ്പുമുണ്ട്. അതൊക്കെ ഞാൻ കഴുകി വൃത്തിയാക്കിയിട്ട് വരാം. വേണ്ട, ഇപ്പോൾ തന്നെ എൻ്റെ മുറിയിലേക്ക് വരാനാണ് നിന്നോട് ഞാൻ പറഞ്ഞത്. ഇത്രയും പറഞ്ഞുകൊണ്ട് വീട്ടുടമസ്ഥൻ പോകുന്നു. ബിർജുവിനൊന്നും മനസ്സിലാകുന്നില്ല. പെട്ടെന്ന് എന്താണ് സംഭവിച്ചതെന്ന് അയാൾ ഭയപ്പെടുന്നു. ബിർജു പതുക്കെ വീട്ടുടമസ്ഥന്റെ മുറിയിലേക്ക് പോയി. ബിർജുവിനെ കണ്ടപ്പോൾ വീട്ടുടമസ്ഥൻ പറഞ്ഞു, ഹേ ബിർജു, ഇനി ഒരു ജോലി കൂടി നിനക്ക് ചെയ്യാനുണ്ട്. നീ പെട്ടെന്ന് പോയി ബെൻസിയുടെ ദേഹത്ത് എണ്ണ പുരട്ടി അവനെ ചെറിയ ചൂട് വെള്ളത്തിൽ കുളിപ്പിക്കണം. എന്നിട്ട് അവന് നല്ല ഡ്രസ്സ് ഇട്ട് കൊടുത്ത് നീ എൻ്റെ മുറിയിലേക്ക് കൊണ്ടുവരണം. സാർ, നിങ്ങൾ എന്താണ് ഈ പറയുന്നത്? ഒരു ദിവസം മുഴുവൻ ഇത്രയും കഠിനമായി അധ്വാനിച്ചിട്ട് ഞാൻ ആ മടിയൻ ബെൻസിയുടെ ദേഹത്ത് എണ്ണ പുരട്ടണമെന്നോ അവനെ കുളിപ്പിക്കണമെന്നോ? ഇത് കേട്ട് വീട്ടുടമസ്ഥൻ കോപാകുലനായി. നീ എന്നെ ഇത്രയും ദിവസം വിഡ്ഢിയാക്കുകയായിരുന്നു അല്ലേടാ. ഇന്ന് ഞാൻ എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കണ്ട് നിന്റെ കഠിനാധ്വാനത്തിൻ്റെ മാതൃക. നീ ഒരു മടിയനാണ്, നീ ഒരു നുണയനാണ്. നീ ഇപ്പോൾ തന്നെ ഈ വീട്ടിൽ നിന്നും ഇറങ്ങണം. നിന്നെ ഞാൻ ഇനി ഇവിടെ ജോലിക്ക് വെക്കില്ല. ഇത് കേട്ട് അവിടെ എത്തിയ ബിൻസി വീട്ടുടമസ്ഥനായ മോഹന്റെ കാലിൽ പിടിച്ചു പറഞ്ഞു, സാർ, ഞങ്ങൾ രണ്ടുപേരും ജോലിക്ക് വേണ്ടി മാത്രമാണ് നിങ്ങളുടെ അടുത്ത് വന്നത്. ദയവായി ദയ കാണിക്കൂ, ദയവായി ദയ കാണിക്കൂ. ബിർജുവിന് ഒരു അവസരം കൂടി നൽകൂ. ഉറപ്പാ, എനിക്ക് ഉറപ്പുണ്ട് അവൻ നന്നാകുമെന്ന്. ഇതിനുശേഷം വീട്ടുടമസ്ഥൻ ബിൻസിയുടെ വാക്കുകൾ സ്വീകരിച്ച് ബിർജുവിനോട് പറഞ്ഞു, ഒരിക്കൽ മാത്രം നിനക്ക് ഞാൻ അവസരം തരുന്നു. നീ സ്വയം മെച്ചപ്പെടുക. നീ മടിയനല്ലെന്നും കഠിനാധ്വാനിയാണെന്നും തെളിയിക്കണം. വീട്ടുടമസ്ഥൻ ഇങ്ങനെ പറഞ്ഞതിന്റെ കാരണം ബിർജുവിന് മനസ്സിലായി. ഇതിനുശേഷം ബിൻസി വീട്ടുടമസ്ഥന്റെ അക്കൗണ്ടിംഗ് ജോലി നോക്കാൻ പോയി. ബിർജു സ്വയം മാറുകയും ചെയ്തു. കഠിനാധ്വാനിയായി മാറി. ജോലിയിൽ കള്ളം കാണിച്ചാൽ ജീവിതത്തിൽ ഒരു പ്രയോജനവും ഉണ്ടാകില്ലെന്നു ബിർജു മനസ്സിലാക്കി. അങ്ങനെ ബിർജുവും ബിൻസിയും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമായി.